പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നു. പുത്രന്റെ അധികാരത്തെക്കുറിച്ചാണ് ഈശോ ഇവിടെ സംസാരിക്കുന്നത്. തിരുവചനം ഇങ്ങനെ പറയുന്നു: പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. ഈശോയും പിതാവും തമ്മിലുള്ള ബന്ധമാണ്. നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അവര് രണ്ടുപേരായി മാറി നിന്നിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു. പിതാവും പുത്രനും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധം, അടുപ്പമുണ്ടെന്ന് ഈ വാക്യങ്ങൾ സൂചിപ്പിക്കുന്നു. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ, സാധാരണ ജീവിതത്തിൽ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധവും ഇതുപോലെ തന്നെ ആവണമെന്ന് ദൈവപിതാവ് ആഗ്രഹിക്കുന്നു. പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ ചെയ്യാനുള്ള പ്രവണത കുട്ടികൾക്കുണ്ട്. അതുപോലെ തന്നെ പിതാവ് ചെയ്യുന്നതെല്ലാം മക്കള് കാണുകയും കാണിച്ചു കൊടുക്കുകയും പിതാവ് അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നു. പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്: പിതാവ് പുത്രനെ സ്നേഹിച്ചതുപോലെ എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ മക്കളെ ആ പൂർണ്ണമായ അർത്ഥത്തിൽ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനെയും കാണിച്ചു കൊടുക്കുന്നു. മക്കൾക്ക് കാണിച്ചു കൊടുക്കാവുന്ന കാര്യങ്ങളാണോ നമ്മൾ സംസാരിക്കുന്നതും മാതാപിതാക്കൾ, മുതിർന്നവർ, അല്ലെങ്കിൽ ഓരോരോ പ്രത്യേക പദവികളിലുള്ളവർ, അധികാരങ്ങളിലുള്ളവർ ചെയ്യുന്നത്? താഴെ തങ്ങളെക്കാൾ പ്രായം കുറഞ്ഞവർക്ക്, തങ്ങളെക്കാൾ താഴെയുള്ളവർക്ക് മാതൃകകളാകുന്ന കാര്യങ്ങളാണോ ഓരോരുത്തരും സംസാരത്തിലും പെരുമാറ്റത്തിലും കൊണ്ടുവരുന്നത്? നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ ധൈര്യമുള്ള ആളുകളാണോ നമ്മൾ? അതിനുള്ള മാനസികമായ ഉറപ്പുള്ളവരാണോ നമ്മൾ? അതങ്ങനെ ആവണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. മറ്റുള്ളവർ നമ്മളെ കണ്ട് തെറ്റായിട്ടൊന്നും പഠിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ചില മാതാപിതാക്കളെങ്കിലും പറയാറുണ്ട്, നീ ഇന്നയാളെ കണ്ടുപഠിക്കുക. മക്കളോട് പറയുന്നതാണ്. എന്തുകൊണ്ട് അവർ മക്കളോട് പറയുന്നില്ല, നീ എന്നെ കണ്ടുപഠിക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ കണ്ടുപഠിക്കുക എന്ന് പറയുന്നില്ല? പിതാവ് മറ്റാരെയുമല്ല പുത്രനെ കാണിച്ചു കൊടുക്കുന്നത്. അത് പിതാവിനെ തന്നെയാണ് കാണിച്ചു കൊടുക്കുന്നത്. പിതാവ് ചെയ്യുന്നതാണ് കാണിച്ചു കൊടുക്കുന്നത്. കാരണം പിതാവ് ചെയ്യുന്നതെല്ലാം നന്മയുമാണ്, ശരിയുമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം, ഈശോയും പിതാവുമായി ഉണ്ടായിരുന്ന ബന്ധം ഏറ്റവും അഗാധമായിരുന്നതുപോലെ ഞങ്ങളുടെ ഈ ലോകത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള അഗാധമായ ബന്ധമുണ്ടാവാൻ അനുഗ്രഹിക്കണമേ. മക്കളുടെ മുമ്പിൽ നല്ല മാതൃകകളായി തീരാൻ, മാതാപിതാക്കൾ ചെയ്യുന്നത് കണ്ടുപഠിക്കുന്ന നല്ല മക്കളുണ്ടാകുവാൻ ഞങ്ങളുടെ ഈ ഭൂമിയെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.